അസ്സലാമലൈക്കും. ഇന്നത്തെ ഇവിടുത്തെ ഇഫ്താർ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഒരു ചിക്കൻ നൂഡിൽ സൂപ്പാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാലോ? അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പൊലച്ചക്ക് ഇന്നലെ പറിച്ചിട്ടുണ്ടായില്ലേനോ വായിൻ്റെ പൂവ്, അതും ചെറുപയറും കൂടി ഉപ്പേരിയും പപ്പടും കയ്പക്ക പൊരിച്ചതും അതിനും ഉണ്ടായിരുന്നത്. ഇന്ന് ചിക്കൻ നൂഡിൽ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. അത് നല്ല അടിപൊളി സാധനമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ വേവിക്കാനും വേണ്ടിയിട്ട് ചിക്കനും കുറച്ച് ക്യാരറ്റും ഉള്ളിയും ഉപ്പും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുക. പിന്നെ വെള്ളം നമ്മൾ എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് സ്റ്റോക്കായിട്ടും സൂപ്പായിട്ടും ഇതേ വെള്ളം നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. ബാക്കി ഞാൻ ചുടുവെള്ളം ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതെല്ലാം കൂടി ചെയ്തിട്ട് ഞാൻ വിസിലടുപ്പിച്ച് ഏകദേശം 2 വിസിലൊക്കെയാണ് അടുപ്പിച്ചത്. ഇതിൻ്റെ കൂടെ നൂഡിൽസ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഓയിലും ഉപ്പും ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കും ചിക്കനും ക്യാരറ്റൊക്കെ വേറായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഒരു സാധനം കൂടി വേസ്റ്റ് ആക്കണില്ല. അങ്ങനെ ഞാൻ ചിക്കനും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോക്കൊക്കെ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഒരു വെള്ളത്തിൽ കലക്കി വെച്ചത്, പിന്നെ മുട്ട. ഞാൻ ഇതിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച്, പിന്നെ ചിക്കനും ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോക്കും ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ അപ്പോഴത്തേക്ക് നൂഡിൽസ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഊറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഊറ്റിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ സ്റ്റിക്കാവില്ല. ഇനി നമ്മൾ ചിക്കൻ നൂഡിൽ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു പാനിലോട്ട് ഞാൻ ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് എത്രത്തോളം സൂപ്പിനുള്ള വെള്ളം വേണോ അത്രത്തോളം വെള്ളവും ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഈ വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത്. കുരുമുളക് പൊടി നമുക്ക് എത്ര എരിവാണോ അത്രയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് തിളച്ച് വന്ന് സ്റ്റോക്കൊക്കെ തിളച്ച് വന്നപ്പം ഞാൻ ഫ്ലെയിം ലോ ചെയ്തിട്ട് കോൺഫ്ലവർ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായില്ലേ, അത് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് തിക്കനാവും, സൂപ്പ് മോഡലിലൊന്ന് തിക്കനായി വരണം. അതിലേക്ക് സോയാ സോസ്, വിനെഗർ, കുറച്ച് ഉപ്പ്, പിന്നെ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഇപ്പം തന്നെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിക്കിൽ കിട്ടും. അങ്ങനെ അത് തിളച്ച് തുടങ്ങി. അങ്ങനെ ഈ തിളച്ച് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാൻ, ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ എഗ്ഗ് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പം തന്നെ ഇളക്കിയും കൊടുക്കുക. അപ്പം ഈ ഒരു പരുവത്തിൽ അത് കിട്ടും. എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് നൂഡിൽസും അതിൻ്റെ മുകളിൽ കൂടി ആഡ് ചെയ്ത്, പിന്നെ നേരത്തെ ക്യാരറ്റും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സൂപ്പ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ആ ഫ്ലേവർ നൂഡിൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയും. നല്ല അടിപൊളി ഒരു സൂപ്പി നൂഡിൽസാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ റാനി പോൾക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത്, ഇത് ചിക്കൻ മസാലയും മുളക് പൊടിയും നാരങ്ങനീരും ഉപ്പും മാത്രമേ ഉള്ളൂ. എന്നിട്ട് വേവിച്ച് വെച്ച ചിക്കൻ അതിലിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച്, പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വെച്ച് റെഡിയാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ അതിലേക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് നന്നായി ഈ റാനി പോളിൻ്റെ മസാല റെഡിയായി. ഇതും എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഒരു ദിവസം നല്ല ടൈം കിട്ടുമ്പോൾ ഞാനതിനെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ റെസിപ്പി. അമ്മച്ചി ആ ഒരു പരിപാടിയിലായിരുന്നു. പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് ഒക്കെ ഈ സൈഡിൽ കൂടി റെഡി ആവുന്നുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ റാനിപ്പോളയും
വെച്ച് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് മറ്റേ പാൻ കയറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരം ആയപ്പോഴേക്കും നൂൽപുട്ടും അതിന് വേണ്ടിയിട്ട് ചെറുപയർ കറിയും പിന്നെ നേരത്തെ ചിക്കൻ നൂഡിൽ സൂപ്പും ഇറാനി പോളയും സ്നാക്സും ഒക്കെ റെഡിയായി. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരമായി. അപ്പം സ്നാക്സുകളും ഇറാനി പോളയും ഒക്കെ ഉണ്ടായിരുന്നു. ഇറാനി പോള കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ജ്യൂസ് ഒരു മിൽക്ക് ഷേക്കും വത്തക്ക വെള്ളവും അതിനും ഉണ്ടായിരുന്നത്. പിന്നെ സത്യം പറയാമല്ലോ, നൂഡിൽസ് മാത്രമായിരുന്നു എല്ലാവരും കഴിച്ചത്. അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളം നല്ലോണം നിറഞ്ഞ് വേറൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.